സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തപ്പോഴേക്കും അതിൽ നിരവധി അപാകതകൾ ഉള്ളതായിട്ട് കോർപ്പറേഷൻ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ചീഫ് സെക്രട്ടറിയോട് സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുവാനും ആ യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുടെ തുടക്കം മുതൽ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും തീരുമാനിച്ചിരിക്കുന്ന വിവരം ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അറിയിക്കുകയാണ്. നിലവിൽ ശബരിനാഥൻ്റെ ആവശ്യപ്രകാരം വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ശ്രീ സുഗതനെ പുറത്താക്കണം, മണ്ണന്തല വാർഡ് കൗൺസിലർ ശ്രീ ചെമ്പഴത്തി ഉദയനെ പുറത്താക്കണം. സമകാലീന കേരള രാഷ്ട്രീയത്തിൽ തിരുവനന്തപുരം നഗരസഭ ഇന്ന് ചർച്ചാ വിഷയമാവുന്നത് ഇവിടെ നടക്കുന്ന സൽഭരണത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ അനാവശ്യമായ സമരത്തിൻ്റെ പേരിലുമാണ്. ഇതെല്ലാം കേരള ജനത തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തുണ്ടായ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഓഡിറ്റിംഗ് തിരുവനന്തപുരം നഗരസഭ പാസ്സാക്കിയിരിക്കുകയാണ്. വിഴിഞ്ഞം ഫ്ലാറ്റ് നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ ഇവിടെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ പാളയം മാർക്കറ്റിലെ ഗുണ്ടാപ്പിരിവ് അത് ഇവിടുത്തെ നഗരസഭ അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പൊറുതിമുട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഇടതുപക്ഷ പാർട്ടി. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ 45 വർഷവും ഇവിടെ ഭരണം നടത്തി ഈ അഴിമതി കാണിച്ചപ്പോഴൊന്നും ഇവിടെ ഒരു കോൺഗ്രസ്സുകാരെയും കണ്ടിട്ടില്ല. ഈ വെറും 6 മാസക്കാലം, അതിൽ 2 മാസക്കാലം ഈ കഴിഞ്ഞ 2026 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അഴിമതിക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിൽ ഒന്ന് ഷെൽട്ടർ ഹോം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു തെരുവ് നായ്ക്കൾക്ക്. അങ്ങനെ 100ഓളം തെരുവ് നായ്ക്കളെ ഇപ്പോൾ തന്നെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പരാതി, ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വിളിച്ചു പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ഡോഗ് സ്ക്വാഡ് എത്തി ആ ഒരു തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ആമയഞ്ചാൻ തോട് നമുക്കറിയാം, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ജോയിയെ പോലുള്ള ഒരു ക്ലീനിങ് തൊഴിലാളി ആ ഒരു ആമയഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ട് മരിച്ചുപോയ ഒരു സാഹചര്യം നമുക്കറിയാം. ആ ഒരു പ്രശ്നത്തിനൊക്കെ ഏകദേശം ഇപ്പോഴത്തെ നഗരസഭ പരിഹാരം കണ്ടിട്ടുണ്ട്. ആമയഞ്ചാൻ തോടൊക്കെ വളരെ വൃത്തിയാക്കി അത് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു ഇത്രയും വലിയൊരു നഗരസഭയിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ഈ നിലവിലെ ഭരണസമിതിക്ക് വളരെ സാങ്കേതികപരമായി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റേതായ ചെറിയൊരു കാലതാമസം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അത് ചെയ്യുകയും ചെയ്യും. ഈ ശബരിനാഥൻ എന്താണ് പ്രശ്നം? ശബരിനാഥൻ്റെ സമരത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കൗൺസിലർമാരെ എല്ലാം പുറത്താക്കണമെന്നാണ്. ഒന്നാമതായി വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ പുറത്താക്കണം. അദ്ദേഹത്തിന് മുമ്പും കേസുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കേസുകളല്ല. വസ്തുതർക്കവും വട്ടിയൂർക്കാവ് MLAക്ക് എതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസുകൾ FIR ആയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ തുറങ്കിലടയ്ക്കാൻ കണക്കായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. ശബരിനാഥ, മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു ഭരണകൂടത്തിൻ്റെയോ വിലപ്പെട്ട ഒരു രേഖയാണ്. അത് ഒപ്പിടാൻ തന്നാൽ ഒപ്പിട്ടിട്ട് അടുത്തിരിക്കുന്ന കൗൺസിലർക്ക് പാസ് ചെയ്യുക. അല്ലാണ്ട് അത് മാധ്യമങ്ങളുടെ മുന്നിലെടുത്ത് കാണിക്കാൻ താങ്കൾക്ക് അവകാശമില്ല.
ഇനി അത്തരത്തിലുള്ള രേഖ ലഭ്യമാകണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുമുണ്ട്. താങ്കൾക്ക് അത് ലഭ്യമാകും, താങ്കൾക്ക് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാം. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ വാഴോട്ട് കോണം വാർഡ് കൗൺസിലറെ കൗൺസിലിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറയാൻ താങ്കളായിട്ടില്ല.